ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സോഫിയ ഡാനിയൽ. പ്രധാന വാർത്തകൾ. സംസ്ഥാനത്ത് ഭരണസ്തംഭനം സൃഷ്ടിക്കാനുള്ള ബോധപൂർവമായ ഇടപെടലെന്ന് ധനമന്ത്രി. CAG റിപ്പോർട്ട് നിഷ്കളങ്കമായ ഒന്നല്ലെന്നും തോമസ് ഐസക്. കേരളത്തിൽ അപ്രഖ്യാപിത അടിയന്തരാവസ്ഥയെന്ന് BJP. CAG റിപ്പോർട്ട് ചോർത്തി നൽകിയത് അന്വേഷണം ഉണ്ടാകുമെന്ന് മുൻകൂട്ടി കണ്ടെന്നും പാർട്ടി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ. കിഫ്ബിയുടെ മസാല ബോണ്ടുമായി ബന്ധപ്പെട്ട് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അന്വേഷണം തുടങ്ങിയതായി സൂചന. നടപടി CAG റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ. രാജ്യത്ത് കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 45,209 പുതിയ കോവിഡ് കേസുകൾ. കോവിഡ് മുക്തരുടെ എണ്ണം 85 ലക്ഷം കടന്നു. ISLൽ ഇന്ന് ഗോവയും ബംഗളൂരു FCയും നേർക്കുനേർ. വാർത്തകൾ വിശദമായി. സ്വാതന്ത്ര്യലബ്ധിക്കു ശേഷം ദശാബ്ദങ്ങളോളം അവഗണിക്കപ്പെട്ട പ്രദേശങ്ങളിൽ യഥാർത്ഥ വികസനം ഉറപ്പാക്കാൻ NDA സർക്കാരിന് സാധിച്ചിട്ടുണ്ടെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഉത്തർപ്രദേശിലെ വിവിധ കുടിവെള്ള വിതരണ പദ്ധതികൾക്ക് വെർച്വലായി തുടക്കം കുറിക്കുകയായിരുന്നു അദ്ദേഹം. മിർസാപൂർ, സോൻഭദ്ര തുടങ്ങിയ ജില്ലകളിലെ 5,555 കോടി രൂപയുടെ പദ്ധതികൾക്കാണ് വീഡിയോ കോൺഫറൻസിംഗിലൂടെ അദ്ദേഹം തറക്കല്ലിട്ടത്. ഗ്രാമീണ ജലശുചിത്വ കമ്മിറ്റി അംഗങ്ങളുമായും പ്രധാനമന്ത്രി സംവദിക്കും. 2,995 ഗ്രാമങ്ങളിലെ 42 ലക്ഷത്തിലേറെ ജനങ്ങൾക്ക് പദ്ധതിയുടെ പ്രയോജനം ലഭിക്കും. 2 വർഷത്തിനകം പദ്ധതികൾ പൂർത്തിയാക്കുകയാണ് ലക്ഷ്യം. സംസ്ഥാനത്ത് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാൻ സമയപരിധി നാളെ അവസാനിക്കും. വൈകിട്ട് 3 വരെ പത്രിക പിൻവലിക്കാം. ഇതോടെ തെരഞ്ഞെടുപ്പ് ചിത്രം വ്യക്തമാകും. ഒരു സ്ഥാനാർത്ഥിയുടെ പിൻവലിക്കൽ സാധുവാണെങ്കിൽ അത് പിന്നീട് റദ്ദാക്കാനാവില്ലെന്ന് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണർ വി ഭാസ്കരൻ അറിയിച്ചു. സ്ഥാനാർത്ഥിത്വം പിൻവലിക്കുന്നതിന് ലഭിക്കുന്ന നോട്ടീസ് ആധികാരികത ഉറപ്പാക്കിയ ശേഷമേ സ്വീകരിക്കാവൂ എന്ന് അദ്ദേഹം വരണാധികാരികൾക്ക് നിർദ്ദേശം നൽകി. സ്ഥാനാർത്ഥി, നിർദ്ദേശകൻ, തെരഞ്ഞെടുപ്പ് ഏജന്റ് എന്നിവർക്ക് സ്ഥാനാർത്ഥിത്വം പിൻവലിക്കുന്നതിന് നോട്ടീസ് നൽകാം. നിർദ്ദേശകനോ തെരഞ്ഞെടുപ്പ് ഏജന്റോ ആണ് നോട്ടീസ് നൽകുന്നതെങ്കിൽ രേഖാമൂലം സ്ഥാനാർത്ഥിയുടെ അനുമതി ഹാജരാക്കണമെന്നും കമ്മീഷണർ അറിയിച്ചു. തദ്ദേശ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട പ്രചരണ പ്രവർത്തനങ്ങളിൽ കോവിഡ് പ്രതിരോധവും മാർഗ്ഗനിർദ്ദേശങ്ങളും സംബന്ധിച്ച ബോധവൽക്കരണം നൽകാനും അവ പാലിക്കുന്നത് ഉറപ്പുവരുത്താനും ആരോഗ്യവകുപ്പിന്റെ പ്രത്യേക സെല്ലുകൾ ഇടുക്കി ജില്ലയിൽ പ്രവർത്തനം ആരംഭിച്ചു. ജില്ലയിൽ എല്ലായിടത്തും നിരീക്ഷണങ്ങളും പരിശോധനകളും നടത്തും. പാലക്കാട് ജില്ലയിലെ വിവിധ മണ്ഡലങ്ങളിൽ ഇന്ന് നടക്കുന്ന NDA സ്ഥാനാർത്ഥി സംഗമങ്ങൾ വിദേശകാര്യ സഹമന്ത്രി വി മുരളീധരൻ ഉദ്ഘാടനം ചെയ്യും. കൂറ്റനാട്, പറളി, കൊല്ലങ്കോട്, പുതുശ്ശേരി, പാലക്കാട്, വടകന്തറ എന്നിവിടങ്ങളിലെ സ്ഥാനാർത്ഥി സംഗമങ്ങളാണ് ശ്രീ മുരളീധരൻ ഉദ്ഘാടനം ചെയ്യുക. കണ്ണൂർ ജില്ലയിലെ മാവോവാദി ഭീഷണി നേരിടുന്ന മലയോര മേഖലയിലെ പോളിംഗ് ബൂത്തുകളിൽ കർശന സുരക്ഷ ഒരുക്കും. ഇരിട്ടി പോലീസ് സബ് ഡിവിഷൻ പരിധിയിൽ ഇത്തരത്തിൽ ഭീഷണി നേരിടുന്ന 34 ബൂത്തുകൾ ഉണ്ടെന്നാണ് പോലീസ് വിലയിരുത്തുന്നത്. പോലീസിന് പുറമെ തണ്ടർ ബോൾട്ട് നിരീക്ഷണവും ഏർപ്പെടുത്തും. സംസ്ഥാനത്ത് കേന്ദ്ര അന്വേഷണ ഏജൻസികളെ ഉപയോഗിച്ച് ഭരണസ്തംഭനത്തിന് ബോധപൂർവമായ ശ്രമം നടക്കുന്നതായി ധനമന്ത്രി തോമസ് ഐസക്. കിഫ്ബിക്കെതിരെ വൻ ഗൂഢാലോചനയാണ് നടക്കുന്നതെന്നും അദ്ദേഹം തിരുവനന്തപുരത്ത് വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. മസാല ബോണ്ടിന് നിയമപരമായ അനുമതിയുണ്ട്. CAG റിപ്പോർട്ട് നിഷ്കളങ്കമായ ഒന്നല്ലെന്നും സംസ്ഥാനത്ത് അസാധാരണമായ സാഹചര്യമാണ് നിലനിൽക്കുന്നതെന്നും ശ്രീ തോമസ് ഐസക് പറഞ്ഞു. കിഫ്ബിയുടെ മസാല ബോണ്ടുമായി ബന്ധപ്പെട്ട് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അന്വേഷണം തുടങ്ങിയതായി സൂചന. ഇതുമായി ബന്ധപ്പെട്ട് ED വിശദാംശങ്ങൾ തേടി റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയ്ക്ക് കത്ത് നൽകിയതായാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. സംസ്ഥാനത്ത് അപ്രഖ്യാപിത അടിയന്തരാവസ്ഥയെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ. മാധ്യമങ്ങൾക്ക് കൂച്ചുവിലങ്ങിടാനാണ് പോലീസ് നിയമഭേദഗതി കൊണ്ടുവന്നതെന്ന് അദ്ദേഹം തൃശൂരിൽ ആരോപിച്ചു. ഇക്കാര്യത്തിൽ UDF നിലപാട് വ്യക്തമാക്കണമെന്നും ശ്രീ സുരേന്ദ്രൻ ആവശ്യപ്പെട്ടു. CAG റിപ്പോർട്ട് ചോർത്തി നൽകിയത് കിഫ്ബിയിൽ അന്വേഷണമുണ്ടാകുമെന്ന് മുൻകൂട്ടി കണ്ടാണ്. അഴിമതി നടന്നില്ലെങ്കിൽ മന്ത്രി എന്തിനാണ് അന്വേഷണത്തെ ഭയക്കുന്നതെന്നും ശ്രീ കെ സുരേന്ദ്രൻ ചോദിച്ചു. പോലീസ് ആക്ട് ഭേദഗതി എല്ലാ മാധ്യമങ്ങൾക്കും ബാധകമാക്കി വിജ്ഞാപനമിറങ്ങി. ഏതുതരം വിനിമയ ഉപാധിയിലൂടെയുള്ള വ്യാജ പ്രചരണവും കുറ്റകരമാണ്. സൈബർ മീഡിയ എന്ന പ്രത്യേക പരാമർശമില്ല. 3 വർഷം തടവും 10,000 രൂപ പിഴയും ശിക്ഷയുണ്ടാകും. ഇന്നലെയാണ് പോലീസ് നിയമ ഭേദഗതി ഓർഡിനൻസിൽ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഒപ്പുവച്ചത്. ശബരിമലയിൽ തീർത്ഥാടകരുടെ എണ്ണം കൂട്ടുന്നത് പരിഗണനയിലെന്ന് മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ. നിലവിൽ കോവിഡ് പ്രോട്ടോകോൾ പ്രകാരം 2,000 പേർക്കാണ് പ്രതിദിനം ശബരിമലയിൽ ദർശനത്തിന് അനുമതി. തീർത്ഥാടകരുടെ എണ്ണം പ്രതിദിനം 5,000 ആക്കി വർദ്ധിപ്പിക്കണമെന്ന ശുപാർശ സർക്കാരിന്റെ പരിഗണനയിലാണെന്ന് മന്ത്രി തിരുവനന്തപുരത്ത് പറഞ്ഞു. ദേവസ്വം ബോർഡ് സംസ്ഥാന സർക്കാരിനോട് ഈ ആവശ്യം ഉന്നയിച്ചതിന്റെ പശ്ചാത്തലത്തിലാണ് മന്ത്രിയുടെ പ്രതികരണം. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. കൊറോണ ആശങ്കയല്ല, ജാഗ്രതയാണ് വേണ്ടത്. കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം പുറപ്പെടുവിക്കുന്ന നിർദ്ദേശങ്ങൾ.
ജനങ്ങൾ കൂട്ടം കൂടുന്നത് ഒഴിവാക്കുക, ഇടയ്ക്കിടെ കൈകൾ സോപ്പും വെള്ളവും ഉപയോഗിച്ചോ സാനിറ്റൈസർ ഉപയോഗിച്ചോ വൃത്തിയാക്കുക, നിർബന്ധമായും മാസ്ക് ധരിക്കുക, പനിയോ ചുമയോ ശ്വാസതടസ്സമോ തുടരുന്ന സാഹചര്യത്തിൽ വൈദ്യസഹായം തേടുക. കൊറോണയെ സംബന്ധിച്ച വിവരങ്ങൾക്ക് ആരോഗ്യ മന്ത്രാലയത്തിന്റെ 1075-ലും ദിശയുടെ 1056-ലും ബന്ധപ്പെടാം. രാജ്യത്ത് കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 45,209 പേർക്ക് കൂടി കോവിഡ് സ്ഥിരീകരിച്ചു. ഇതോടെ മൊത്തം കോവിഡ് സ്ഥിരീകരിച്ചവരുടെ എണ്ണം 90,95,807 ആയി. ഒരു ദിവസത്തിനിടെ 501 മരണങ്ങളാണ് റിപ്പോർട്ട് ചെയ്തത്. ഇതോടെ മരണസംഖ്യ 1,33,227 ആയി. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 43,493 പേരാണ് കോവിഡ് മുക്തരായത്. ഇതോടെ കോവിഡ് മുക്തി നേടിയവരുടെ എണ്ണം 85,21,000 കവിഞ്ഞു. 4,40,962 പേരാണ് നിലവിൽ ചികിത്സയിലുള്ളത്. സംസ്ഥാനത്ത് 66,000-ലധികം പേരാണ് കോവിഡ് ചികിത്സയിൽ കഴിയുന്നത്. 9,200-ലധികം പേർ ചികിത്സയിലുള്ള എറണാകുളമാണ് മുന്നിൽ. മലപ്പുറം, കോഴിക്കോട്, തൃശൂർ ജില്ലകളിൽ 7,000-ന് മുകളിലാണ് ചികിത്സയിലുള്ളവരുടെ എണ്ണം. 3 ജില്ലകളിൽ മരണം 200 കവിഞ്ഞു. കോവിഡ് വ്യാപനം വീണ്ടും രൂക്ഷമാകാതിരിക്കാൻ ജാഗ്രത കുറവ് വരാൻ പാടില്ലെന്ന് തിരക്കഥാകൃത്തും നടനുമായ രഞ്ജി പണിക്കർ ആകാശവാണി വാർത്തകളോട് പറഞ്ഞു. നമ്മുടെ ജാഗ്രതകൾ ഇടയ്ക്കെപ്പോഴോ ഒന്ന് അയഞ്ഞു പോയപ്പോഴാണ് കോവിഡ് നിരക്ക് കുതിച്ചു കയറിയത്. പക്ഷേ തീർച്ചയായിട്ടും നമ്മുടെ ഒരു പരിശ്രമം കൊണ്ട് അതിനെ അല്പം ഒന്ന് പിന്നോട്ട് പിടിക്കാൻ കഴിഞ്ഞിരിക്കുന്ന സാഹചര്യമാണിത്. പക്ഷെ അതുകൊണ്ട് നമ്മുടെ ജാഗ്രതകളിൽ കുറവ് വരണം എന്നർത്ഥമില്ല. ഇപ്പോൾ സ്വാഭാവികമായും നമ്മളൊന്ന് റിലാക്സ്ഡ് ആയതുപോലെയുണ്ട്. പക്ഷേ ഇലക്ഷൻ വരുന്നു. അതുപോലെ പല രംഗത്തും ആളുകൾ ഒരുമിച്ച് കൂടാനുള്ള സാധ്യതകൾ കൂടിക്കൂടി വരികയാണ്. തീർച്ചയായിട്ടും നമ്മുടെ ജാഗ്രതകളിൽ അയവ് വന്നാൽ മറ്റു രാജ്യങ്ങളിൽ അല്ലെങ്കിൽ മറ്റു പ്രദേശങ്ങൾ സംഭവിച്ചതുപോലെ വീണ്ടും കോവിഡ് നിരക്ക് കൂടുക എന്ന് പറയുന്ന അപകടാവസ്ഥ നമ്മെ അഭിമുഖീകരിക്കുന്നുണ്ട് എന്ന് നാം തിരിച്ചറിയണം. ജാഗ്രതകളിൽ അയവ് വരാതെ കോവിഡിനെ സമ്പൂർണ്ണമായി തുരത്തുന്നതുവരെ നമുക്ക് ഒറ്റക്കെട്ടായി നേരിടാം, അതിജീവിക്കാം. ലോകത്ത് കോവിഡ് ബാധിതരുടെ എണ്ണം 5,84,00,000 പിന്നിട്ടു. ഇതിൽ 4 കോടിയിലേറെ പേർ രോഗമുക്തരായി. 13,86,000-ഓളം പേരാണ് മരിച്ചത്. ഇന്ത്യൻ സൂപ്പർ ലീഗിൽ ഇന്ന് ഗോവ ബംഗളൂരു എഫ്സിയെ നേരിടും. ഗോവയിലെ ഫർഡോഡ സ്റ്റേഡിയത്തിൽ രാത്രി 7:30-നാണ് മത്സരം. ഇന്നലെ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് കരുത്തരായ മുംബൈ എഫ്സിയെ പരാജയപ്പെടുത്തി. എതിരില്ലാത്ത ഒരു ഗോളിനായിരുന്നു നോർത്ത് ഈസ്റ്റിന്റെ ജയം. ലോകം 1-ാം നമ്പർ സെർബിയയുടെ താരം നൊവാക് ജോക്കോവിച്ചിനെ പരാജയപ്പെടുത്തി ഓസ്ട്രിയയുടെ ഡൊമിനിക് തീം ATP ഫൈനൽ ടെന്നീസ് ഫൈനലിൽ. സെമിഫൈനലിൽ 3 സെറ്റ് നീണ്ട ആവേശ പോരാട്ടത്തിനൊടുവിലാണ് ലോക 3-ാം നമ്പർ താരത്തിന്റെ ഫൈനൽ പ്രവേശനം. സംഗീത കുലപതി ബാലമുരളീകൃഷ്ണയുടെ ഓർമ്മകൾക്ക് ഇന്ന് 4 വയസ്സ്. 2016-ലെ നവംബറിന്റെ നഷ്ടമായിരുന്നു ബാലമുരളീകൃഷ്ണയുടെ വിയോഗം. കൂടുതൽ വിവരങ്ങളുമായി ആമിന നജുമ. കർണാടക സംഗീതജ്ഞൻ, വാദ്യോപകരണ വിദഗ്ധൻ, പിന്നണി ഗായകൻ, സംഗീത സംവിധായകൻ, കവി, അഭിനേതാവ് തുടങ്ങിയ നിലകളിൽ പ്രഭാവമറിയിച്ച ബഹുമുഖ പ്രതിഭയായിരുന്നു ബാലമുരളീകൃഷ്ണ. ഇപ്പോഴത്തെ ആന്ധ്രാപ്രദേശിൽ ജനിച്ച അദ്ദേഹത്തിന്റെ വേരുകളും സംഗീത പാരമ്പര്യത്തിലൂന്നിയതായിരുന്നു. കർണാടക സംഗീതത്തിൽ 7-ാമത്തെ വയസ്സിൽ തുടങ്ങിയ ജൈത്രയാത്ര മുരളീകൃഷ്ണയെ ബാലമുരളീകൃഷ്ണയാക്കി മാറ്റി. പണ്ഡിറ്റ് ഭീംസിംഗ് ജോഷിക്കൊപ്പമടക്കം ലോകത്തിന്റെ വിവിധ കോണുകളിലായി 2,500-ലധികം കച്ചേരികൾ, ദക്ഷിണേന്ത്യയിലെ വിവിധ ഭാഷകളിലായി 400-ലധികം ചലച്ചിത്രഗാനങ്ങളുടെ സംവിധാനം തുടങ്ങി അഭിനയം വരെ കലയിൽ അത്ഭുതങ്ങൾ തീർത്ത രാഗലാവണ്യമായിരുന്നു ബാലമുരളീകൃഷ്ണ. മികച്ച പിന്നണി ഗായകൻ, മികച്ച സംഗീത സംവിധായകൻ, മികച്ച പിന്നണി സംഗീതം എന്നീ 3 വിഭാഗങ്ങളിൽ ദേശീയ പുരസ്കാരം നേടിയ ഏക കർണാടക സംഗീതജ്ഞൻ എന്ന ബഹുമതി ഇന്നും അദ്ദേഹത്തിന് മാത്രം സ്വന്തം. പത്മശ്രീ, പത്മഭൂഷൺ, പത്മവിഭൂഷൺ എന്നിവയ്ക്കൊപ്പം ഫ്രഞ്ച് സർക്കാരിന്റെ ഷവലിയർ പുരസ്കാരമടക്കം നിരവധി ദേശീയ അന്തർദേശീയ അംഗീകാരങ്ങൾ അദ്ദേഹത്തെ തേടിയെത്തി. സംസ്ഥാനത്ത് നാളെ മുതൽ ബുധനാഴ്ച വരെ ചിലയിടങ്ങളിൽ ഇടിയോടുകൂടിയ മഴയ്ക്ക് സാധ്യത. പ്രധാന വാർത്തകൾ വീണ്ടും. സംസ്ഥാനത്ത് ഭരണസ്തംഭനം സൃഷ്ടിക്കാനുള്ള ബോധപൂർവമായ ഇടപെടലെന്ന് ധനമന്ത്രി. CAG റിപ്പോർട്ട് നിഷ്കളങ്കമായ ഒന്നല്ലെന്നും തോമസ് ഐസക്. കേരളത്തിൽ അപ്രഖ്യാപിത അടിയന്തരാവസ്ഥയെന്ന് BJP. CAG റിപ്പോർട്ട് ചോർത്തി നൽകിയത് അന്വേഷണമുണ്ടാകുമെന്ന് മുൻകൂട്ടി കണ്ടെന്നും പാർട്ടി സംസ്ഥാന അധ്യക്ഷൻ. കിഫ്ബിയുടെ മസാല ബോണ്ടുമായി ബന്ധപ്പെട്ട് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അന്വേഷണം തുടങ്ങിയതായി സൂചന. നടപടി CAG റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ.
രാജ്യത്ത് കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 45,209 പുതിയ കോവിഡ് കേസുകൾ. രോഗമുക്തരുടെ എണ്ണം 85 ലക്ഷം കടന്നു. ISLൽ ഇന്ന് ഗോവയും ബംഗളൂരു FCയും നേർക്കുനേർ. ഞങ്ങളുടെ വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. കൂടാതെ കൂടുതൽ വാർത്തകൾക്കായി @ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന ഫേസ്ബുക്ക് പേജും @ARnews_TVM എന്ന ട്വിറ്റർ ഹാൻഡിലും സന്ദർശിക്കുക. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50-ന്.